നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ കുടുംബം നീതിക്കായി ഇന്ന് വീണ്ടും കോടതി കയറുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീല് ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. CBI വരുമോ ഇല്ലയോ എന്ന അന്തിമ തീരുമാനം ഇന്ന് അറിയാൻ സാധിക്കും. സിംഗിൾ ബെഞ്ച് നേരത്തെ ആവശ്യം തള്ളിയിരുന്നു. ഇതോടെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. കുടുംബത്തിന്റെ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ സർക്കാർ ഇന്ന് മറുപടി നൽകും. ADMനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമുണ്ടെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ സത്യം പുറത്തുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ഹർജിയിലെ ആവശ്യം. എന്നാൽ നിലവിലെ ഈ കേസിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യം തൽക്കാലമില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് അന്ന് മറുപടി നൽകിയിരുന്നത്. ഈ ഒരു കേസ് കൃത്യമായ ദിശയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലേതായാലും CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയത്. പിന്നാലെ തന്നെ മറ്റൊന്നും നോക്കാതെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ ഒരു അപ്പീല് നൽകുകയായിരുന്നു. ഇന്നാണ് ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീല് പരിഗണിക്കുന്നത്. കൃത്യമായി എന്താണോ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടത് സർക്കാരിന്റെ നിലപാട് അത് കൃത്യമായി തന്നെ കോടതിയിൽ അറിയിക്കും. പ്രധാനമായും CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഇതുവരെയും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ് കുടുംബത്തിനോടൊപ്പം എന്ന് പറയുമ്പോഴും കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം വേണ്ട എന്ന് കോടതിയിൽ പോലും പറയുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ സർക്കാരിന്റെ വിശദീകരണം എന്താകുമെന്നതിൽ ഈ കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. CBI അന്വേഷണം വേണ്ട, കൃത്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കെട്ടിത്തൂക്കി കൊന്നു എന്നുള്ളത് വൈകാരികത്തിന്റെ പുറത്തു നിന്നും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആ ഒരു വിഷമഘട്ടത്തിൽ തോന്നുന്നത് മാത്രമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേസിൽ യാതൊരുവിധ ഇഴച്ചിലുമില്ല, കൃത്യമായി തന്നെ കേസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നായിരിക്കും സർക്കാർ ഏതായാലും കോടതിയിൽ അറിയിക്കുക. എന്തായാലും ഇന്ന് ഒരു ഉച്ചയോടുകൂടി CBI അന്വേഷണം ADM നവീൻ ബാബുവിന്റെ കേസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും. ഏതായാലും നവീൻ ബാബുവിന്റെ കേസിൽ വളരെ വൈകി കൃത്യം ഒരു 30 ദിവസത്തിനിടയിൽ ഒരു 15-ാം തീയതിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആദ്യമായി പ്രതികരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് ഈ നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം ഈ ഞായറാഴ്ചയോടുകൂടി വൈകുന്നേരം കണ്ണൂരിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് പൊതുവേദിയിൽ പ്രതികരിച്ചത്. അത് നവീൻ ബാബുവിന്റെ പേരെടുത്തു പറയുകയോ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കേസിൽ ഉൾപ്പെട്ട ദിവ്യയുടെ പേര് എടുത്തു പറഞ്ഞോ അല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് ആ ഒരു കോട്ട് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഹുഡായിപ്പാണ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിയിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ CPMന്റെ സെക്രട്ടറി ഉണ്ടെന്ന് പറയുമ്പോഴും ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആരെയും വിശ്വാസമില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ അത് CBI തന്നെ, കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം, മഞ്ജുഷയുടെ ആവശ്യം, അത് ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വരികയാണ്. ഈ ഒരു ആവശ്യം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കും ഉള്ളത്. കാരണം അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്കും അനവധി ചോദ്യങ്ങളും സംശയങ്ങളും ഈ ഒരു വിഷയത്തിലുണ്ട്. എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ ഈ ഡ്രൈവറിനെ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ഫോൺ കൂടുതലായി പരിശോധിക്കുന്നില്ല, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ നവീൻ ബാബുവിന്റെ ഈ വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ വിടവാങ്ങൽ ചടങ്ങിന് ശേഷം എന്തുകൊണ്ട് മറ്റാരും അദ്ദേഹത്തോട് സംസാരിച്ചില്ല? അദ്ദേഹം എന്താണ് സംസാരിച്ചത്? കളക്ടർ, ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു കളക്ടർ. അദ്ദേഹത്തിന്റെയും ദിവ്യയുടെയും ഫോൺ സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ CPMന്റെ തന്നെ ഒരു നേതാവ് കൂടി ഉള്ളതിനാൽ തന്നെ സർക്കാർ സർക്കാർ നയിക്കുന്ന പോലീസ് ഈ ഒരു കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ ദിശയിലേക്ക് എത്തില്ല. മൂക്കിന് തുമ്പത്തുണ്ടായിരുന്ന ദിവ്യയെ പോലും പിടിക്കാൻ സർക്കാരിന്റെ പോലീസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രതികരിക്കേണ്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ദിവ്യയെ പിടികൂടിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ നാടകം ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മറക്കാൻ ഏതായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗകര്യവുമില്ല. എന്തായാലും
ഈ ഘട്ടത്തിലാണ് ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം മഞ്ജുഷ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഹർജി അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ ഒരു നടപടി ആയിരിക്കില്ല ഡിവിഷൻ ബെഞ്ച് എടുക്കുക എന്നുള്ള ഉത്തമ വിശ്വാസം എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ന് കോടതിയിലേക്ക് മഞ്ജുഷ എത്തുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ. കേരളത്തിലെ ഒന്നടങ്കമുള്ള ആഗ്രഹവും അത് തന്നെയാണ്. CBI വരണം, CBI വരട്ടെ, CBI അന്വേഷിക്കട്ടെ, കൃത്യമായി തന്നെ കാര്യങ്ങൾ തെളിയട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. ഒരുപക്ഷെ CBI അന്വേഷിക്കാൻ വരുമെന്ന വിവരം നേരത്തെ മുൻകൂട്ടി ലഭിച്ചതുകൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദിയിൽ, അതും കണ്ണൂരിൽ, ദിവ്യയെ തള്ളിപ്പറയാനുള്ള കാരണം എന്നടക്കമുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു. ഏതായാലും CBI അന്വേഷണം വരട്ടെ, CBI അന്വേഷണം വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷോപലക്ഷ ജനങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ മഞ്ജുഷയുടെയും ആ ലക്ഷോപലക്ഷം ജനങ്ങളുടെയും പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. കോടതി കൃത്യമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് മണിക്കൂറുകൾക്കകം അറിയാം.